ഗൈസ് നമ്മുടെ ടാങ്ക് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്നൊരു സാധനം എൻ്റെ മുമ്പിൽ നിന്ന് ചാടിപ്പോയേക്കുന്നു. ഗൈസ് നമുക്ക് ഈ ഒരു വടി കൊണ്ട് അവൻ എടുക്കാൻ പറ്റും നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഒരു ഹാപ്പി ഓണം. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ഓണത്തിൻ്റെ അന്നായിരിക്കും, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഭയങ്കര അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് എന്ന് പറയുന്നത്. ഇത് കണ്ട് ഇതൊക്കെ മൊത്തം അഴുക്ക് പിടിച്ച് കുളമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കുക. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മുടെ ഫിഷ് ടാങ്ക് നമുക്ക് ക്ലീൻ ആക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് എടുക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം. അതായത് വീടിൻ്റെ പുറം ഭാഗമൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ അതായത് ഗേറ്റിൻ്റെ പുറമേയുള്ള ഒരു കാഴ്ച നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളത് ഗേറ്റ് തുറന്ന് പുറത്തുള്ള വ്യൂ ആണ് കാണാൻ പോണത്. ആദ്യം തന്നെ ഇതാണ് നമ്മുടെ പുറത്തുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നല്ല പച്ചപ്പും ഹരിതാപങ്ങളും, അവിടെയൊക്കെ ചെറിയൊരു പാടം സെറ്റപ്പാണ്. അപ്പോൾ അത് ഗേറ്റിൻ്റെ അകത്തുള്ള വ്യൂ ആണ് കാണാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ട്ടാ. അപ്പോൾ ഇതൊക്കെ മൊത്തം നമ്മുടെ ബാക്കി സ്ഥലങ്ങളാണ്. അതായത് ചെറിയ ചെറിയ ചെടിയൊക്കെ വെച്ചേക്കാനാണ്. അപ്പോൾ ഇതിവിടെ ആയിട്ടാണ് നമ്മുടെ തൊഴുത്ത് വന്നേക്കണത്. ഇതിൻ്റെ വീഡിയോ നമ്മളൊരു ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വ്ളോഗാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഒരു തൊഴുത്തിൻ്റെ വീഡിയോ എന്ന് പറയണത്. അപ്പോൾ ഇവിടെ ഭയങ്കര വെയിൽ, നല്ല മരങ്ങളൊക്കെ കുറവായത് കാരണേ ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇവിടെ പിന്നെ മെയിനായിട്ട് നമ്മുടെ ടെറസിൽ വെച്ചാണ് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലായിരിക്കും. അതാണ് നമ്മുടെ ചെറിയ മരത്തിൻ്റെ ചൂട്ടിലൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അതിരാവിലെ എണീക്കണം, ഇല്ലെങ്കിൽ വൈകുന്നേരം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി സമയമൊക്കെ നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ ചില വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ വെച്ചെടുക്കാറുണ്ട്. മെയിനായിട്ട് നമ്മൾ ടെറസിൽ വെച്ചാണ് വീഡിയോ എടുക്കാറ്. ഗൈസ്, നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മൊത്തം കൂടി എന്തായാലും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉൾവശമൊക്കെ കാണിക്കുന്ന രീതിയിലേക്ക് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ വീടിൻ്റെ റൈറ്റ് സൈഡാണ് ലെഫ്റ്റ് സൈഡാന്ന് തോന്നുന്നു. അപ്പോൾ വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വരുന്നത്. ഇവിടെ കുറച്ച് പാപ്പാട കൃഷിയാണ് കേട്ടോ. ഇത് വഴുതനങ്ങ കൃഷിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും അതേപോലെ തന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മുടെ വീടിൻ്റെ പുറകു വശം ഉണ്ടാ. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ സീതപ്പഴമൊക്കെ ഉണ്ടാക്കി കിടക്കണ ഫോക്കസ് ആവാത്തെന്താ കണ്ട ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. അവിടെ കുറച്ച് വെള്ളം നിൽക്കുന്ന ഭാഗത്ത് കാരണം നല്ല പുല്ലൊക്കെ പിടിച്ച് അലമ്പായി കിടക്കിയിട്ട് അങ്ങനെ അവിടെ ഒന്നുമില്ല കാണിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ വീടെങ്കിൽ വീടിനോട് ചേർന്നായിട്ട് ചെറിയൊരു കടയുണ്ട്, അതായത് ചെറിയൊരു ഗ്രോസറി ഷോപ്പ്. അപ്പോൾ അതിൻ്റെ ബാക്ക് വശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫ്രണ്ട് അപ്പുറത്തുണ്ട്, അതായത് അപ്പോൾ റോഡ് സൈഡാണ് അപ്പുറത്ത് പറയുന്നത്. ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു 2000 സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ആവാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിന് അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇനിയും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്, 2K ആവുമ്പോൾ ചെറിയൊരു Q&A നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഒരു Q&A പോലെ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളൊരു 1 വർഷം മുമ്പ് മീനൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അന്നിട്ടെന്ന് പറയുമ്പോൾ തിലോപ്പിയാന്ന് തോന്നുന്നു നമ്മളിട്ടത്. അതൊരു 100 നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ അകത്ത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് നല്ല സക്സസ്ഫുള്ളായിട്ട് നമുക്ക് മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ലീക്ക് വന്ന കാരണമാണ് ഇങ്ങനെ ഇത് കിടന്നു പോയത്. അപ്പോൾ ഞാൻ വാട്ടർ പ്രൂഫൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ഉപയോഗിക്കാണ്ട് പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചവറൊക്കെ പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ക്ലീനാക്കി എടുക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ നിൽക്കണമെന്ന് കണ്ട് പേടിക്കരുത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ പശുവിന് കൊടുക്കാനായിട്ട് വളർത്തണ പുല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഇപ്പോൾ ഈ ടാങ്ക് നിൽക്കണ ഈ പുല്ലിന് നടക്കുകയാണ്. അതാണ് ഒരു കാട് അന്തരീക്ഷം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും മിക്കവാറും. പുട്ടി ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഉരച്ചടിച്ച് കളയാം. അല്ലാണ്ട് പ്രഷർ വാഷറുണ്ട്, പക്ഷേ അത് വെച്ച് കഴിയാണ്ട് ഓസത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ നമുക്ക് ഇത് വെച്ച് തന്നെ കുരച്ച് കളയാം. അപ്പോൾ ഈ പായലും കാര്യങ്ങളൊക്കെ ഉരച്ച് കളഞ്ഞിട്ട് ഈ അടി കിടക്കണ ചവറും എടുത്ത് നമുക്ക് പുറത്തറിയാം. എന്നിട്ട് നമുക്ക് വെള്ളം നിറച്ച് നോക്കാം. ഗൈസ്, നമ്മുടെ ടാങ്ക് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്നൊരു സാധനം
എൻ്റെ മുമ്പിൽ നിന്ന് ചാടിപ്പോയേക്കുന്നു. ഗൈസ് നമുക്ക് ഈ ഒരു വടി കൊണ്ട് അവൻ എടുക്കാൻ പറ്റും നോക്കാം. എനിക്കാണെങ്കിൽ ഇതിനെ കാണാനേ പേടിയാണ്. ഗൈസ് ദേ ഇവനാണ് ഞാൻ പറഞ്ഞ സാധനം, തവള. എനിക്ക് ഈ തവളേനെയൊക്കെ പറയാൻ ഭയങ്കര പേടി. നമുക്ക് ഇത് വെച്ച് എടുക്കാൻ പറ്റും നോക്കാം. നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളെ തവളക്കുട്ടനെടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ എല്ലകേൻ്റെ പോയിന് ഇവിടെ കാണാതെ ഞാൻ പേടിച്ച് ചത്താനെ. ഗൈസ് അപ്പോൾ നമ്മുടെ ടാങ്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. മോട്ടർ ഇടാൻ ചെന്നപ്പോൾ കറണ്ടില്ല. അപ്പോൾ ഇനി വെള്ളം നിറക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല, കറണ്ട് താമസിച്ച് വരുവുള്ളൂ. അപ്പോൾ നമുക്കിനി വെള്ളം നിറക്കണം, മീൻ ഇടുന്നതൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇതിനകത്ത് ഏത് മീൻ ഇടേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് തിലോപ്പിയ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് അതാകുമ്പോൾ വലിയ മെനക്കേടില്ല, ഇട്ട് കൊടുത്താൽ മതി, തീറ്റിയിട്ട് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏത് മീൻ വേണം നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. അപ്പം പിന്നെ പോണതിന് മുമ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ താഴത്തുനിന്ന് കൊടുത്തേക്കും, അതും കൂടി ഒന്ന് ഫോളോ ആക്കിയേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. ഹാപ്പി ഓണം.